തുടരുക. എറണാകുളത്ത് കടൽക്കയറ്റം രൂക്ഷമായിട്ടുള്ള എടവനക്കാട് അവിടെ താൽക്കാലിക പരിഹാര നടപടികൾക്കായി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഫിഷറീസ് മന്ത്രിയെ കാണുന്നുണ്ട്. നടപടിയുടെ ഭാഗമായി 330 മീറ്റർ നീളത്തിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തും. ഇത് 15 ദിവസത്തിനകം പൂർത്തിയാക്കും. 40 ലക്ഷം രൂപ ചെലവിലാണ് താൽക്കാലിക സംരക്ഷണ ഭിത്തി. ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഈ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി താൽക്കാലികം, അതിൽ തൃപ്തരാകുമോ അവിടെ ആ സമരസമിതി? കാരണം അവരുടെ ആവശ്യം അതല്ലോ. ഒരിക്കലും തൃപ്തരല്ല. കാരണം ഈ താൽക്കാലിക സംവിധാനങ്ങൾ അതുമായി അങ്ങനെയുള്ളൊരു ആശയമായിട്ട് അവിടേക്ക് വരരുത് എന്ന് തന്നെ അവർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. കാരണം അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതല്ല, സ്ഥിരമായ ഒരു സംവിധാനം ഇവിടെ വേണം. അതിൽ കടൽഭിത്തിയോ പുലിമുട്ടോ അതിൽ ടെട്രാപോഡുകളുടെ സംവിധാനങ്ങളോ ഈ രീതിയിൽ ഏതെങ്കിലും അവിടെ അവലംബിച്ചേ മതിയാകൂ. അത് അവരുടെ കേവലം ഒരു ആവശ്യങ്ങളിലേക്ക് പെടുത്തരുത്. അവിടെ പോകുന്ന നമുക്ക് എല്ലാവർക്കും അത് ബോധ്യമാകും. അതല്ലാതെ മറ്റ് പോംവഴികൾ അവിടെ ഇല്ല എന്നതാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു പ്രതിരോധം എന്ന രീതിയിലേക്ക് ഈ മൺസൂൺ അതിൻ്റെ ഒരു കടുപ്പത്തിൽ നിൽക്കുമ്പോൾ നൽകാൻ കഴിയുന്നത് ഈ ഒരു സംവിധാനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യം ചെയ്യുക. മറ്റു കാര്യങ്ങൾക്ക് ധാരാളമായി പണച്ചെലവ് വരുന്നതാണ്. അതിന് മന്ത്രിസഭയുടെ അനുവാദം വേണം. ക്യാബിനറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. തീരുമാനമെടുത്താലും അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണം, അതിൻ്റെ വെണ്ടറെ കണ്ടെത്തണം. അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാലതാമസമുണ്ട്. അനുമതി കൊണ്ട് മാത്രം അവിടെ കടലിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ സ്ഥിരം സംവിധാനത്തിന് അതിൻ്റെ സാങ്കേതികത മറികടന്നുകൊണ്ട് ഭരണാനുമതി അടക്കം നേടിയെടുക്കുക എന്നതാണ് ജില്ലാ കളക്ടർ യോഗത്തിൽ അന്ന് പറഞ്ഞത്. ഏതാണ്ട് അതിന് ധാരണയാവുകയും ചെയ്തു. കാരണം അത് പ്രായോഗികമായി ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് ഒരു കാലതാമസം അത്തരം കാര്യങ്ങൾക്കുണ്ടാകുമ്പോൾ ഇത് പൂർത്തിയാക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾക്ക് അങ്ങനെയൊരു ഉറപ്പ് തങ്ങൾക്ക് വേണം. സ്ഥിരം സംവിധാനം വേണം. സർക്കാർ അതിന് അനുമതി നൽകണം. അതിനൊരു കോൺക്രീറ്റായ രീതിയിൽ തന്നെ അത്തരം കാര്യങ്ങൾ പോകണം. അതുവരെ സമരമുണ്ടാകരുത് എന്ന് ജില്ലാ കളക്ടർ അടക്കം അഭ്യർത്ഥിച്ചിരുന്നു. കാരണം ഒരു സംസ്ഥാന പാത കൂടിയാണത് കടന്നു പോകുന്നത്. കഴിഞ്ഞ തവണ ഉപരോധമുണ്ടായപ്പോൾ ഒരു ദിവസത്തോളം നീണ്ടു നിന്ന ഉപരോധത്തിൽ അതുവഴി പോയ മുഴുവൻ ദ്വീപ് നിവാസി വൈപ്പിൻകരക്കാർ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അതിലെ കടന്നുപോയ മുഴുവൻ പേർക്ക് അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടിയും വന്നിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, ഒരു ക്രമസമാധാന വിഷയങ്ങളിലേക്ക് പോകരുതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ജൂലൈ 4 വരെ അത്തരം പ്രത്യക്ഷ സമര പരിപാടികളിൽ നിന്ന്, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഇത്തരം ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമര പരിപാടികളിൽ നിന്ന് പിൻവലിയാനും തീരുമാനിച്ചിരുന്നു. ഏതായാലും ഇന്ന് ചർച്ചകളുടെ ഒരു ആദ്യ പടി എന്ന രീതിയിലാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ജില്ലാ കളക്ടർ ഇത്തരം കാര്യങ്ങൾ, അവിടെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ജനങ്ങൾക്ക് നിലവിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, തകർന്ന വീടുകൾ, അതിൻ്റെ എണ്ണം കൂടുകയാണ് ഓരോ മഴക്കാലത്തും. അത്തരം കാര്യങ്ങൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ഉടൻ നടപടിയിലേക്ക് നീങ്ങാനുള്ള ആദ്യഘട്ട ഒരു ചർച്ചയാണ്. അതിനുശേഷം അത് മന്ത്രിസഭാ യോഗമടക്കം വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം ഇന്നലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാത്രി പന്തം കൊളുത്തി പ്രകടനം നടന്നിരുന്നു. ഇന്ന് CPMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം അവിടെ വഴിയോരത്ത് വില്ലേജ് ഓഫീസിന് മുന്നിലേക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇത്തരം സമര പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകരുത് ഇപ്പോഴെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ളൊരു സമരത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ജൂലൈ 4 ശേഷം അവിടെ ഉള്ള സമര പരിപാടികളുടെ തീക്ഷ്ണത കൂടുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് തങ്ങൾക്ക് ഇവിടെ കടലോരത്ത് താമസിക്കാനുള്ള തങ്ങളുടെ അവകാശം അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിൽ, പ്രകൃതിക്ഷോഭമാണെങ്കിൽ കൂടിയും അത് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തടയിടാനുള്ള നടപടികൾ വേണമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ചെല്ലാനം മോഡലിൽ ടെട്രാപോഡ് സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ അതിന് ഭരണാനുമതി അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ആദ്യ പ്രവർത്തനം തന്നെയാണ് ഇന്ന് നടക്കുന്ന ഒരു ചർച്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഡാനി, ഒരു കാര്യം കൂടി, ഒരു സംശയം. അതായത് ഈ ചെല്ലാനം മോഡൽ ടെട്രാപോഡ് അത് വലിയ തോതിൽ ചർച്ച ചെയ്താണ്. ചെല്ലാനം അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണം നേരിട്ട ഒരു മേഖലയാണ്. അപ്പോൾ അത് ഇത്രമാത്രം വിജയകരമായി നടപ്പാക്കി അത് എത്ര സമയം കൊണ്ടാണ് അത് പൂർണ്ണമായി നടപ്പാക്കാനാണ് കഴിഞ്ഞത്? ഇനി ഒരു കാര്യം കൂടി, ഈ സമരസമിതി ഇപ്പോൾ അന്ന് കളക്ടറുമായി സംസാരിച്ചപ്പോൾ
അത് പഞ്ചായത്ത് പ്രസിഡന്റാണ് തോന്നുന്നു ബൈറ്റ് തന്നത്, നവമിയാണെന്ന് പോയത്. അപ്പോൾ അവരുൾപ്പെടെ സൂചിപ്പിച്ചത് ഈ കളക്ടർക്ക് അതിലൊരു ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, മന്ത്രിയുമായി ചർച്ച ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ടാണോ ഈ ഇത്രയും സാവകാശം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും. കാരണം അത് മന്ത്രിസഭാ യോഗമടക്കം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കാരണം എന്തോ ചോദിച്ച ആദ്യ ചോദ്യം ഈ ചെല്ലാനത്തെ ടെട്രാപോഡ് സംവിധാനങ്ങളെ കുറിച്ചാണ്. ചെല്ലാനത്തെ ടെട്രാപോഡിൻ്റെ ഒരു ഇതുവരെ നടപ്പാക്കിയ ആ ഒരു ചെലവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 250 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയാണ് അവിടെ ആദ്യഘട്ടപരമായിട്ട് നടപ്പാക്കിയത്. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി ആയിരുന്നു അതിൻ്റെ ഒരു നിർമ്മാണ ചുമതല അടക്കം പോകുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ അത് പണി പൂർത്തിയാക്കുകയും കുറ്റമറ്റ രീതിയിൽ അത് തീർക്കുകയും ചെയ്തു. നമ്മൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക പരിപാടിയെല്ലാം തന്നെ അവതരിപ്പിച്ചതാണ്. കാരണം ആ രീതിയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലേക്ക്, കടലിൻ്റെ ഒരു സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നതുകൂടി അതിനൊപ്പം തന്നെ നടക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഒരു മേഖലയിൽ കണ്ണുനീർ ബാക്കിയാകുന്നുണ്ട്. അത് കണ്ണമാലിയാണ്. കണ്ണമാലിയുടെ ദുരിതങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. കണ്ണമാലിയിൽ ബാക്കി അതിൻ്റെ ടെട്രാപോഡ് അത് പൂർണ്ണമായും ആ തീരമേഖലയിൽ ഏതാണ്ട് 6 കിലോമീറ്ററോളം വരുന്ന തീരമേഖലയിൽ പൂർണ്ണമായും നടപ്പാക്കണം. അല്ലെങ്കിൽ കണ്ണമാലി ഇതേ പ്രശ്നം, ചെല്ലാനത്ത് നിന്ന് ചെല്ലാനംകാരുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ അപ്പുറത്തെ കണ്ണമാലിക്കാരെ കാണുന്നില്ലേ എന്ന് ചോദിച്ച് അവരും സമരരംഗത്ത് വന്നിട്ടുണ്ട്. അവിടെയും പൂർണ്ണമായും നടപ്പാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ഉണർവുണ്ടായിട്ടില്ല. ഇതിന് എന്ത് സംഭവിക്കുമെന്നത് അവിടെ യാതൊരു രീതിയിലൊരു ഒരു പ്രവർത്തനവും പിന്നീട് അത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം അതിന് ചെല്ലാനത്തിന് ശേഷം അവിടെ ഒരു തുടർച്ച കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ടെട്രാപോഡ് വിഭാവനം ചെയ്തത്. പക്ഷേ ചെല്ലാനത്തത് താൽക്കാലികമായി ഇപ്പോൾ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ ഒരു സുരക്ഷ ഒരുക്കാനായിട്ട് ഇവിടെ വൈപ്പിൻ മേഖലയിൽ കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ടെട്രാപോഡാണോ അതോ കടൽഭിത്തിയാണോ അല്ലെങ്കിൽ ആ പുലിമുട്ടുകളുടെ ഒരു നിർമ്മാണമാണോ, എന്താണ് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നതാണ്. കാരണം അവിടുത്തെ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ രീതിയിൽ അവിടെ ഇടപെടലുകൾ ഉണ്ടാകണം. കാരണം താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ ജനങ്ങൾക്ക് മതിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഓക്കെ, ഡാനിയാണ് വിവരങ്ങൾ വിശദമായി നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി